നമുക്കിങ്ങനെ അനുഭവപ്പെടും. ആ ഈമാനാണ് നമുക്ക് വേണ്ടത്. ആ ഈമാനാണ് നമുക്ക് വേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, ഈമാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു മഹദിയുടെ ചരിത്രം ഞാൻ പറഞ്ഞു തരാം. ബീബി മാഷിത്ത റളിയല്ലാഹു തആല അൻഹ, മാഷിത്ത ബീവിയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുമല്ലോ. ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായിരുന്നല്ലോ മാഷിത്ത. റബ്ബേ, അവിടെ നിന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് റബ്ബേ അവിടെ നിന്ന് പറയുകയാ, എന്ത് നന്മകൾ ചെയ്യുകയാണെങ്കിലും റബ്ബേ അവിടെ നിന്ന് ബിസ്മി ചൊല്ലണേ എന്ന് പഠിപ്പിക്കുമ്പോ മാഷിത്ത ബീവി റളിയല്ലാഹു തആല അൻഹ റബ്ബേ അവിടുന്ന് ഒരിക്കൽ തന്റെ പൊന്നുമോളുടെ മുടിയൊന്ന് ചീകാൻ വേണ്ടിയിട്ട് ചീർപ്പെടുക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ നിന്ന് ബിസ്മി ചൊല്ലുകയാണല്ലോ, റബ്ബേ അവിടുന്ന് ബിസ്മി ചൊല്ലിക്കൊണ്ട് ചീർപ്പെടുക്കുകയാണ്. എന്നിട്ട് തന്റെ പൊന്നുമോളുടെ തല ഇങ്ങനെ വാരുകയാണല്ലോ. ഇത് ഫിർഔൻ അറിയുകയാ. മാഷിത്ത ബീവി റളിയല്ലാഹു അൻഹ റബ്ബേ പടച്ച റബ്ബിന്റെ ദീനിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മൂസയിൽ വിശ്വസിച്ചിട്ടുണ്ട്, മൂസാ നബിയിൽ വിശ്വസിച്ചിട്ടുണ്ട്. ഈ വിവരം ഫിർഔൻ അറിയുമ്പോ റബ്ബേ മാഷിത്ത ബീവിയോട് പറയുന്നു, മാഷിത്ത മൂസയിൽ വിശ്വസിക്കല്ലേ മാഷിത്ത. അന റബ്ബുകുമുൽ അഅ്ലാ. ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഞാനാ മാഷിത്ത. അതുകൊണ്ട് മൂസയിൽ വിശ്വസിക്കല്ലേ മാഷിത്ത. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ റബ്ബേ അവിടേക്കൊന്നും ചെവി കൊടുക്കുന്നില്ല, അതൊന്നും വിശ്വസിക്കുന്നില്ല. മാഷിത്ത ബീബി റളിയല്ലാഹു അൻഹ റബ്ബേ അല്ലാഹുവിലേക്ക് അചഞ്ചലമായ സ്നേഹം കൊടുത്തവരായിരുന്നല്ലോ. ആ സമയത്തും അവിടുന്ന് പറഞ്ഞത്, ഞാൻ അല്ലാഹുവിനെ വിശ്വസിക്കുകയാണ്. റബ്ബേ, ഫിർഔൻ ഒരുപാട് ആളുകളെ കൊണ്ട് പറയിപ്പിച്ചു നോക്കി. അല്ലാഹുവേ, മാഷിത്ത ബീവിക്ക് മാറ്റമില്ല. അവസാനം ഫിർഔൻ എന്ത് ചെയ്തെന്നറിയോ? വലിയൊരു തീക്കുണ്ടാരം ഉണ്ടാക്കുകയാണ്. അതിനകത്തൊരു ചട്ടി വെച്ചു, വലിയൊരു ചെമ്പിങ്ങനെ കയറ്റി വെക്കുകയോ, അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുകയാണ്. എന്നിട്ട് അതിനകത്തേക്ക് റബ്ബേ നിറച്ച് എണ്ണ ഒഴിച്ചിട്ട് തന്റെ മാഷിത്ത ബീവിയുടെ ഏറ്റവും മൂത്ത പൊന്നുമോളെ കൊണ്ടുവരികയാണല്ലോ. എന്നിട്ടോ ആ തീയിന്റെ അടുത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് അവിടുന്ന് പറയുന്നു, മാഷിത്ത, ഞാൻ എന്ത് പറഞ്ഞിട്ടും നിനക്ക് മാറ്റമില്ലല്ലോ മാഷിത്ത. എന്ത് പറ്റി നിനക്ക്? ഞാനല്ലേ ലോകത്ത് സൃഷ്ടിച്ചത്, ഞാനല്ലേ ദൈവം, എന്നെയല്ലേ ആരാധിക്കേണ്ടത് മാഷിത്ത. ഇതങ്ങ് പറയുമ്പോ മാഷിത്ത ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, ഇല്ല ഫിർഔൻ, നിന്നിൽ ഞാൻ വിശ്വസിക്കില്ല ഫിർഔനെ, നിന്നിൽ ഞാൻ വിശ്വസിക്കില്ലല്ലോ. ഏകനായ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകങ്ങൾ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുണ്ട് ഫിർഔൻ. അതുകൊണ്ട് ഫിർഔനെ അല്ലാഹുവിനെ വിശ്വസിക്കാൻ പഠിക്കടാ. റബ്ബേ, ഫിർഔന് ദേഷ്യം വരികയാണ്, ഫിർഔന് വല്ലാത്ത ദേഷ്യം വരികയാണ്. അല്ലാഹുവേ തന്റെ ഭടന്മാരോട് പറയുന്നു, ആ കുട്ടി എടുത്തിട്ട് തീയിലേക്കിടടാ. റബ്ബേ, ഒന്നാമത്തെ കുട്ടിയുണ്ടല്ലോ, ആ പൊന്നുമോളെ എടുത്തിട്ട് തീയിലേക്ക് തളച്ച എണ്ണയിലേക്ക് ഇടുമ്പോ അല്ലാ തളച്ചു മറിയുന്ന എണ്ണക്കകത്ത് കിടന്നിട്ട് റബ്ബേ അവിടുന്ന് മാഷിത്ത ബീവിയുടെ പൊന്നുമോൾ അവിടുന്ന് വെന്തുരുകയാണല്ലോ. റബ്ബേ, അവിടെ നിന്ന് മാഷിത്ത ബീവി തളർന്നില്ല. ഹൃദയം ഇങ്ങനെ വല്ലാതെ ഈമാന് കൊണ്ട് തുളുമ്പിയിരിക്കുകയാണ്. പിന്നെയും അതാ അവിടുന്ന് ചോദിക്കുന്നു, മാഷിത്ത, നിനക്ക് മാറ്റമുണ്ടോ മാഷിത്ത? നിനക്ക് മാറ്റമുണ്ടോ മാഷിത്ത? മാഷിത്ത ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഇല്ല ഫിർഔൻ, എനിക്ക് മാറ്റമില്ല ഫിർഔനെ, ഞാൻ മാറൂലടാ. ഇത് പറയേണ്ട താമസം രണ്ടാമത്തെ കുട്ടിയെടുത്തിട്ട് എണ്ണക്കകത്തേക്ക് ഇടുകയാ.
റബ്ബേ 2 കുട്ടികളും കിടന്നിട്ട് ഇങ്ങനെ കരയുകയാണ് റബ്ബേ അവിടെ കിടന്നിട്ട് കത്തിക്കരിഞ്ഞു പോവുകയാണല്ലോ റബ്ബേ മാഷിത ബീവിയുടെ ഹൃദയമൊന്ന് പിടച്ചില്ലല്ലോ പിന്നെ ഫിർഔൻ എന്ത് ചെയ്തെന്നറിയോ അല്ലാഹുവേ മുനകുടി പോലും പറ്റാത്ത 7 മാസം മാത്രം പ്രായമുള്ള തന്റെ പിഞ്ചു പൊന്നുമോളെ കൊണ്ടുവരികയാ റബ്ബേ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് എണ്ണക്കകത്തേക്ക് ഇങ്ങനെ ഇടാൻ നിൽക്കുകയാ എന്നിട്ട് പറയുന്നു മാഷിതാ നിന്റെ കുട്ടി ഇതാ എണ്ണയിലേക്ക് ഇടുകയാണ് നിനക്ക് മാറ്റമുണ്ടോ നീ അല്ലാഹുവിനെ ഒഴിവാക്കുന്നുണ്ടോ മൂസയുടെ മതത്തെ ഒഴിവാക്കുന്നുണ്ടോ എന്നിൽ വിശ്വസിക്കുന്നുണ്ടോ മാഷിതാ ഇതങ്ങ് പറയുമ്പോ റബ്ബേ അവിടെ നിന്ന് മാഷിത ബീവി പറയുകയാ ഇല്ല ഫിർഔൻ എനിക്ക് മാറ്റമില്ല ഫിർഔനെ ഞാൻ നിന്നിൽ വിശ്വസിക്കില്ലല്ലോ ഞാൻ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനാ ഫിർഔൻ അതുകൊണ്ട് എന്നെ നിർബന്ധിക്കല്ലേ അതുകൊണ്ട് കാര്യമില്ല ഫിർഔൻ എന്നെ നിർബന്ധിപ്പിച്ചിട്ട് ഞാൻ വിശ്വസിക്കില്ലല്ലോ പക്ഷേ അവിടുന്ന് പൊന്നു ചെറിയ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ മാഷിതാ ബീവിയുടെ ഹൃദയം വല്ലാതെ പൊട്ടിയിട്ടുണ്ട് റബ്ബേ ഈമാൻ ചെറുതായിട്ടൊന്ന് അവിടുന്ന് കുറഞ്ഞതുപോലെ റബ്ബേ വല്ലാത്ത വേദനയായി കാരണം എന്തെന്നറിയോ പിഞ്ചു കുഞ്ഞല്ലേ ഉമ്മാ മുലകുടി പോലും പറ്റാത്ത പൊന്നുമോനാണ് റബ്ബേ മുലകുടി പോലും പറ്റാത്ത കുഞ്ഞാണല്ലോ ഈ കുട്ടി എടുത്തിട്ടാ എണ്ണയിലേക്ക് ഇടുന്നത് പക്ഷേ അവിടെ നാടാ അത്ഭുതം സംഭവിക്കുന്നത് അവിടെയാണ് ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കുന്നത് മാഷിതാ ബീവിയുടെ കയ്യിൽ കിടക്കുന്ന റബ്ബേ മുലകുടി പോലും പറ്റാത്ത പൊന്നു കുട്ടിയുണ്ടല്ലോ ആ കുഞ്ഞവിടെ നിന്ന് സംസാരിക്കുകയാണ് അവിടെ നിന്ന് പറയുന്നു ഉമ്മ തളരില്ല ഉമ്മ കരയല്ല ഉമ്മ അവിടെ നിന്ന് വേദനിക്കല്ലേ ഉമ്മ കാരണം എന്തെന്നറിയോ ഈ തീയിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കടന്നു ചെന്ന അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഉന്നതമായ സ്വർഗലോകമുണ്ടല്ലോ അത് നമ്മെ കാത്തിരിക്കുകയാ ഉമ്മ അതുകൊണ്ട് കരയില്ലേ അതുകൊണ്ട് വേദനിക്കല്ലേ അതുകൊണ്ട് വിഷമിക്കല്ലേ അതുകൊണ്ട് കരയല്ലേ മാഷിതാ ബീവിയുടെ ഹൃദയത്തിൽ ഈമാൻ കൂടുകയാണല്ലോ റബ്ബേ അവിടുന്ന് പറയുന്ന ഇല്ല ഫിർഔനെ നിന്നിൽ വിശ്വസിക്കില്ലടാ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല റബ്ബേ ആ കുട്ടി എടുത്തിട്ടും അവിടുന്ന് ഫിർഔൻ എടുത്തിട്ട് അവിടെ നിന്ന് ഫിർഔൻ ആ പൊന്നുമോനെ എടുത്തിട്ട് റബ്ബേ അവിടെ നിന്ന് ആ തീക്കകത്തേക്ക് ഇടുകയാണ് എന്നിട്ടോ മാഷിതാ ബീവിയെ പിടിക്കുകയാണല്ലോ ആ സമയത്ത് മാഷിതാ ബീവിയോട് ചോദിക്കുന്നു മാഷിതാ അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അവസാനമായിട്ട് നിനക്ക് എന്തെങ്കിലും ഒരാഗ്രഹമുണ്ടോ മാഷിതാ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ ഫിർഔനെ എനിക്ക് അവസാനമായിട്ട് ഒരാഗ്രഹമുണ്ടടാ എന്തെന്നറിയോ ഈ എണ്ണക്കകത്തേക്ക് ഇട്ട് എന്നെ നീ കരിക്കുമ്പോ എന്നിൽ നിന്നും എന്റെ മക്കളിൽ നിന്നും കിട്ടുന്ന അവശിഷ്ടങ്ങളുണ്ടല്ലോ എല്ലുകളുണ്ടല്ലോ മറ്റുമെല്ലാം എടുത്തിട്ട് റബ്ബേ ഒറ്റ ഖബറിൽ നീ ഞങ്ങളെ ഖബറടക്കണേ ഫിർഔൻ എന്റെ പ്രിയമുള്ളവരെ അവസാനം ഫിർഔൻ എല്ലാവരെയും ഒറ്റ ഖബറിലാണ് ഖബറടക്കിയത് അങ്ങനെ ഖബറടക്കി റബ്ബേ മാഷിതാ ബീവിയുടെ ഖബർ മൂടി എടാ ഇസ്റാ മിഅ്റാജ് യാത്ര കടന്നു വന്നപ്പോൾ ഇവിടെയാണടാ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ സംഭവം നടക്കുന്നത് അല്ലാഹുവേ പടച്ച റബ്ബേ ഈമാൻ തന്റെ ഹൃദയത്തിൽ കൊണ്ട് നടന്നപ്പോ
അല്ല കൈവിട്ടില്ലല്ലോ, അല്ല കൈവിട്ടില്ലല്ലോ. റബ്ബേ, അള്ളാനെ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്തിട്ട് അവിടുന്ന് വല്ലാതെ സ്നേഹം കൊടുത്തപ്പോ അവിടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചപ്പോ അല്ല കൈവിട്ടില്ല ഉമ്മാ, അല്ല കൈവിട്ടില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ അല്ലാഹുവിന്റെ റസൂലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂൽ ഒരു ഖബർ കണ്ടു. അല്ലാഹ്, എന്തൊരു പ്രകാശമാണെന്നറിയോ, വല്ലാത്ത പ്രകാശം തോന്നുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എന്താണ് ഇങ്ങനെ പ്രകാശമുള്ളത്, എന്താണ് ഇങ്ങനെ പ്രകാശം? ആ കാണുന്ന ഖബറാരതാ, പ്രകാശം മാത്രമല്ലടോ, വല്ലാത്ത സുഗന്ധമാണല്ലോ, വല്ലാത്ത പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, ആരുടെ ഖബറാ ജിബ്രീൽ? അത് വല്ല പ്രവാചകന്മാരുടെയും ഖബറാണോ? അവിടുന്ന് പുന്നാര നബി തങ്ങൾ ഇതങ്ങ് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയേ, അതാരുടെ ഖബറെന്നറിയോ? അത് മാഷിത ബീവിയുടെ ഖബറാ നബിയേ, മാഷിത ബീവിയുടെ ഖബറാ നബിയേ. മാഷിത ബീവിയുടെ പ്രത്യേകതയെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു കൊടുത്തു. ഫിർഔനിന്റെ കാലത്തുണ്ടായ സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്തേ ഇങ്ങനെ അനുഗ്രഹം കിട്ടിയത്? എടാ, എന്ത് തന്നെ വന്നാലും അല്ലാഹനെ മറക്കാൻ തയ്യാറായില്ലല്ലോ. ഇത് നമുക്കൊരു പനി വന്ന, ഒരു തലവേദന വന്ന, ഒരു ഊരവേദന വന്ന നമ്മൾ പറയുകയാണല്ലോ, അല്ല എന്നെ കൈവിട്ടല്ലോ, അല്ല എന്നെ കൈവിട്ടല്ലോ. നമ്മൾ അറിയാതെ പറയുകയാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ, അല്ലാഹ് എന്നെ വേണ്ടാഞ്ഞിട്ടാണല്ലോ പടച്ച റബ്ബ് എനിക്കിതൊന്നും തരാത്തത് എന്ന് നമ്മൾ പറയുന്നവരല്ലേ ഉമ്മ. സ്വന്തം പിഞ്ചു മക്കളെ എടുത്തിട്ട് കൺമുമ്പിൽ വെച്ചിട്ട് തീക്കകത്തേക്കിട്ട് കരിക്കുകയാ ഉമ്മ. എന്നിട്ടും അവിടുന്ന് ഹൃദയം പകച്ചില്ലല്ലോ, ഹൃദയം അവിടുന്ന് വേദനിച്ചില്ലല്ലോ. ഇതാണ് ഉമ്മ ഈമാൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ ഈമാനാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ്